ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. സോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇതൊരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ വർക്കാണ്, സ്ലീവിൻ്റെ വർക്കാണ് ഇത്. അപ്പോൾ ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടാലോ. ബ്രൈഡ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന റഫറൽ പിക്ക് ഇതായിരുന്നു. സെയിം ഇത് തന്നെ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇതിനോട് സാമ്യമായിട്ടുള്ള ഒരു വർക്ക് മതി എന്നാണ് അവർ പറഞ്ഞത്. അവർ തന്നിട്ടുള്ള ക്ലോത്ത് ഇതായിരുന്നു, ബ്ലൗസ് പീസ്. അവർ എക്സ്ട്രാ ഇത് വാങ്ങിച്ചതാണ്. റെഡ് കളറിൽ, ഒരു ക്രീം കളറിൽ, റെഡും ക്രീമും കൂടെ കോംബോ ആയിട്ടുള്ളതാണ് സാരി. ഇതൊരു റെഡിഷ് മെറൂൺ കളർ വരും. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫ്രെയിമൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ചെയ്തെടുക്കുന്നത് നെക്കാണ്. നെക്ക് ഡിസൈനാണ് ആദ്യം തന്നെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് സ്കെച്ച് വെച്ചിട്ട് വരച്ചിട്ടുണ്ട്. നെക്കിൻ്റെ ഡിസൈൻ ബ്രൈഡ് എന്നോട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി, സ്ലീവ് മാത്രം കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നെക്ക് കുറച്ച് സിമ്പിളാക്കി ചെയ്താൽ മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു മോഡൽ കാണിച്ചു കൊടുത്തു, അവൾക്കത് ഓക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അതുതന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാണ് ഞാൻ സ്കെച്ച് എടുത്തത്. ഇത് സ്കെച്ച് പേപ്പർ വെച്ചിട്ട് അതിൽ ജസ്റ്റ് ഒരു പേപ്പറിൽ വെച്ച് വരച്ചിട്ട് ഇത് ക്ലോത്തിനോട് വെച്ചിട്ട് അങ്ങനെ സ്കെച്ച് ചെയ്തെടുത്തതാണ്. അങ്ങനെ വരയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാണ് ഗോൾഡൻ കളർ ത്രെഡാണ് ഞാൻ യൂസ് ആക്കുന്നത് ഇതിൻ്റെ ലൈന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഞാൻ നൈലോൺ ത്രെഡും ആണ് ഏറെ യൂസ് ആക്കാറ്. ഗോൾഡൻ ത്രെഡ് ഞാൻ ജസ്റ്റ് ആ ലൈൻസ് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഞാനത് എടുക്കാറുള്ളൂ. അപ്പോൾ ഇത് നൈലോൺ ത്രെഡ് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇതാണ് നൈലോൺ ത്രെഡ്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. ഈ വർക്ക് ഫുള്ളായിട്ട് ചെയ്യുന്നത് കട്ട് ബീഡ്സ് വെച്ചിട്ടാണ്. നല്ലൊരു ഗോൾഡൻ കളറിലുള്ള ചെറിയ കുഞ്ഞ് കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഷുഗർ ബീഡ്സും ഉണ്ട്. ഗോൾഡൻ കളർ തന്നെയാണ്, ഫുള്ളായിട്ട് ഗോൾഡൻ കളർ തന്നെയാണ് ഇതിൽ മെയിനായിട്ട് വന്നത്. പിന്നെ കുറച്ച് കുന്തൻ സ്റ്റോണും ഇതിന് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ലാഗാക്കുന്നില്ല, തുടങ്ങാം. ഗോൾഡൻ കളർ ത്രെഡ് വെച്ചിട്ട് ആ ലൈൻസ് ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. അത് ഫുള്ളായിട്ട് ഒരു 2 ലൈൻ വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇത് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നൊരു വീഡിയോ അല്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ ഒരു ലൈനും അതിൻ്റെ കൂടെ തന്നെ പിന്നീടൊരു ലൈനും കൂടെ കൊടുത്തിട്ട് 2 ലൈൻ വെച്ചിട്ടാണ് ചെയ്യണത്. ഇത് ഏകദേശം ഞാൻ ബ്രൈഡിനോട് ഒരു 1 വീക്ക് വേണമെന്നാണ് ഈ ഒരു ബ്ലൗസിന് ഞാൻ പറഞ്ഞത്. കൂടെ തന്നെ ബ്രൈഡിൻ്റെ വേറൊരു ചെറിയൊരു സിമ്പിൾ ബ്ലൗസിൻ്റെ ഒരു വർക്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1 വീക്കാണ് ഇതിന് ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്രൈഡിനോട്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ആരി വർക്കിൻ്റെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യണത്. ഷോർട്സൊക്കെ ഇടാറുണ്ട്, എന്നാലും ലോങ് വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് പറഞ്ഞു തരിക. അപ്പോൾ ദേ ഞാൻ പറഞ്ഞിട്ടുള്ള ആ 2 ലൈൻസ് ചെയ്യലും കഴിഞ്ഞിട്ടുണ്ട്. ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ രണ്ട് ലെയറായിട്ട് അടുപ്പിച്ച് കൊടുത്തേക്കാണ്, ജസ്റ്റ് ഒരു കട്ടി വരെ തോന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വർക്ക് കഴിഞ്ഞു. ലൈന് കൊടുക്കൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഫുൾ ഫില്ല് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതാണ് ഞാൻ ഫുൾ ഫില്ല് ചെയ്തത്. ഇതാണ് ബാക്ക് നെക്കിൻ്റെ ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ ഈ ചോക്കിൻ്റെ ഇതൊക്കെ കാണാം, അതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളതൊക്കെ ഒന്ന് റിമൂവ് ആക്കിയിട്ടാണ് കൊടുക്കുക. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ചെയ്യുന്നത്. ഫില്ലാക്കി ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇങ്ങനെയാണ് ചെയ്തത്. ഇപ്പം ഞാൻ ജസ്റ്റ് പശയൊക്കെ വെച്ചിപ്പോൾ ഒട്ടിച്ചിട്ടേ ഉള്ളൂ. ഇത് ഒരു അരമണിക്കൂറോളം ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കണം. അപ്പം ഇതാണ് നെക്കിൻ്റെ ഡിസൈന്. സ്ലീവിൻ്റെ ഡിസൈൻ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്, എന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പം എനിക്ക് ആ വീഡിയോ ഷോർട്ടായിട്ടുള്ള വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു, ലോങ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഇതാണ് സ്ലീവിൻ്റെ ഇത് ഞാൻ ചെയ്യണത്. ഇത് ലോങ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, അതിൻ്റെ ഷോർട്ട് വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളൂ.
അപ്പോൾ കാണാത്തവർക്ക് ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ. പിന്നെ ബ്ലൗസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പിക്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സ്ലീവിൻ്റെ വർക്ക് വരുന്നത്. പിന്നെ ഹാങ്ങിങ്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഹാങ്ങിങ്സ് ചെയ്തത്. കാരണം ബ്രൈഡ് എന്നോട് അന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഇത് കൊടുത്ത ശേഷമാണ് എനിക്ക് ഹാങ്ങിങ്സ് കൂടെ വേണമെന്ന് പറഞ്ഞത്.